ഒരു വർഷം മുൻപ് 2024 ജൂലൈ 30 കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടലിൽ സർവ്വവും നശിച്ച വയനാട്ടിലെ ചൂരൽമലയും സമീപ പ്രദേശമായ മുണ്ടക്കയും അതിജീവനത്തിന്റെ പാതയിലാണ്. എന്നാൽ ദുരന്തത്തിന്റെ കെടുതികൾ ഇപ്പോഴും ഈ ഗ്രാമങ്ങളെ വേട്ടയാടുകയാണ്. മരിച്ചവരെക്കാൾ വലിയ കഷ്ടപ്പാടിലാണ് അവശേഷിക്കുന്നവർ ജീവിക്കുന്നതെന്ന് പ്രദേശവാസികളും വ്യാപാരികളും ഒരേ സ്വരത്തിൽ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ കാര്യമായി ലഭിക്കാതെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാൻ പാടുപെടുകയാണ് ഇവിടുത്തെ മനുഷ്യർ. കടയിലേക്ക് വരാൻ ആളില്ല, ഉണ്ടായിരുന്നവരിൽ അധികവും മരിച്ചുപോയി, ബാക്കിയുള്ളവർ സ്ഥലം മാറിപ്പോയി. ടൂറിസ്റ്റുകളാണ് പിന്നെ ഉണ്ടായിരുന്നത്, അവരെ ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. വില്ലേജ് ഓഫീസും സ്കൂളും ബാങ്കും ഒന്നും ചൂരൽമലയിൽ ഇല്ലാത്തതിനാൽ കുറച്ചു നേരം മാത്രമാണ് കട തുറക്കുന്നത്. കൂടാതെ സർക്കാർ സഹായമൊന്നും കിട്ടിയിട്ടില്ലെന്നും ചൂരൽമല പഴയ പോലെ ഇനി ഒരിക്കലും ആകില്ലെന്നും ഈ പ്രദേശത്തിന്റെ ദുരിതം വ്യക്തമാക്കുന്നു. മുഹമ്മദിനെ പോലെ നിരവധി പേരാണ് ചൂരൽമലയിലും മുണ്ടക്കയിലുമായി ദുരിതക്കയത്തിലായിരിക്കുന്നത്. ഒരു വർഷം മുൻപ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശത്തെ വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകൾ കൊണ്ട് തുടങ്ങിയ സംരംഭങ്ങൾ ഉരുൾ ദുരന്തം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി. അതോടെ വരുമാന മാർഗം പൂർണ്ണമായും നിലച്ചു. വർഷം 1 തികയുമ്പോഴും വ്യാപാരികൾക്ക് യാതൊരു നഷ്ടപരിഹാരവും സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറെ വേദനാജനകം. മുണ്ടക്കയിലും ചൂരൽമലയിലുമായി ചെറുതും വലുതുമായ 100ഓളം സ്ഥാപനങ്ങളാണ് ജൂലൈ 30 ഉരുൾ ദുരന്തത്തിൽ നാമാവശേഷമായത്. വായ്പ എടുത്തും അല്ലാതെയും ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ വ്യാപാരിയും തങ്ങളുടെ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. പലരുടെയും കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗമായിരുന്നു ഈ സ്ഥാപനങ്ങൾ. ഉരുൾ ദുരന്തം സർവനാശം വിധിച്ച് കടന്നുപോയപ്പോൾ ഒട്ടേറെ മനുഷ്യ ജീവിതങ്ങൾക്കൊപ്പം ഈ വ്യാപാര സ്ഥാപനങ്ങളും നാമാവശേഷമായി. തകർന്നടിഞ്ഞ കടകൾക്കുള്ളിൽ ഉപയോഗിക്കാൻ പോലും കഴിയാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട്. പല വ്യാപാരികൾക്കും തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണുനീർ അടക്കാനാവുന്നില്ല. കടക്കെണിയിലായവരും ഭാവി അനിശ്ചിതത്വത്തിലായവരും ഈ പ്രദേശത്ത് ഏറെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായം മാത്രമാണ് ഈ ദുരിത സമയത്ത് വ്യാപാരികൾക്ക് അല്പമെങ്കിലും കൈത്താങ്ങായത്. എന്നാൽ നഷ്ടപ്പെട്ട ജീവിതം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഈ സഹായങ്ങളൊന്നും മതിയാകുമായിരുന്നില്ല. കടകൾ പുനർനിർമ്മിക്കാനും പുതിയ സാധനങ്ങൾ വാങ്ങി ബിസിനസ് പുനരാരംഭിക്കാനും വലിയ തുക ആവശ്യമാണ്. സർക്കാർ സഹായമില്ലാതെ ഇത് അസാധ്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഉരുൾപൊട്ടൽ ചൂരൽമലയുടെ ഭൂമിശാസ്ത്രപരമായ ഘടനയെ മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറയെയും തകർത്തു. ഒരു വർഷം മുൻപ് സജീവമായിരുന്ന ഒരു ഗ്രാമം ഇന്ന് നിശബ്ദവും ശൂന്യവുമായിരിക്കുന്നു. ദുരന്തത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടവരിൽ പലരും വീടുകൾ നഷ്ടപ്പെട്ടതിനാലും തുടർന്നും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും മറ്റു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് താമസം മാറി. ഇത് ചൂരൽമലയിലെ ജനസംഖ്യയെ ഗണ്യമായി കുറച്ചു. ജനവാസം കുറഞ്ഞതോടെ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ആളുകൾ എത്താതെയായി. വിനോദസഞ്ചാരികളെ കടത്തിവിടാത്തതും വരുമാനത്തെ കാര്യമായി ബാധിച്ചു. മുൻപ് ടൂറിസത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വില്ലേജ് ഓഫീസ്, സ്കൂൾ, ബാങ്ക് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചൂരൽമലയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കി. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് പോലും ദൂരയാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ദുരന്തം നേരിട്ടറിഞ്ഞ ജനങ്ങൾ ഇപ്പോഴും വലിയ മാനസിക ആഘാതത്തിലാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന, വീടും സ്വത്തും നഷ്ടപ്പെട്ടതിന്റെ നിരാശ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവയെല്ലാം അവരെ പിന്തുടരുന്നു. മരിച്ചവർ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ മാനസിക സംഘർഷത്തിന്റെ ആഴം വ്യക്തമാണ്. ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ച ഉടൻ തന്നെ സർക്കാർ ഭാഗത്തു നിന്ന് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളും പ്രാഥമിക സഹായങ്ങളും എത്തിയിരുന്നു. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും നഷ്ടപരിഹാര വിതരണവും കാര്യക്ഷമമായി നടന്നില്ലെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും പ്രധാന ആക്ഷേപം. ഒരു വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തത് അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനും ജനങ്ങൾക്ക് സാധാരണ ജീവിതം തിരികെ നൽകുന്നതിനും ഒരു സമഗ്രമായ പദ്ധതി അത്യാവശ്യമാണ്. നഷ്ടപ്പെട്ട വരുമാന മാർഗങ്ങൾ പുനഃസ്ഥാപിക്കാനും കച്ചവടക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകാനും സർക്കാർ തയ്യാറാകണം. അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ദുരന്ത സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ശ്രദ്ധ ചെലുത്തണം. സർക്കാർ സഹായങ്ങൾ ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും പോലുള്ള സാമൂഹിക കൂട്ടായ്മകളുടെ പങ്ക് വലുതാണ്. ഇവരുടെ സഹായങ്ങൾ ദുരിതബാധിതർക്ക് അടിയന്തര ആശ്വാസം നൽകി. എന്നാൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഈ സഹായങ്ങൾ മാത്രം മതിയാകില്ല. വ്യക്തികളും സംഘടനകളും സമൂഹവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ചൂരൽമലയെ പോലുള്ള പ്രദേശങ്ങളെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ. ചൂരൽമലയും മുണ്ടക്കയും പഴയതുപോലെ ആകില്ലെന്ന് പ്രദേശവാസികൾ ഒരുപോലെ സമ്മതിക്കുന്നു. ദുരന്തം അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയിലാണ്. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ പുനരധിവാസം, വരുമാനം നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ എന്നിവയെല്ലാം അവർക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തുന്ന ആഘാതത്തിന്റെ നേർചിത്രമാണ് ചൂരൽമല. ഒരു ദുരന്തം സംഭവിച്ചതിനു ശേഷം സഹായം എത്തിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പുനരധിവാസവും പുനർനിർമ്മാണവും. ചൂരൽമലയിലെ ജനങ്ങൾ അതിജീവനത്തിനായി നടത്തുന്ന പോരാട്ടങ്ങൾ ഇനിയും തുടരും. അവരുടെ കണ്ണുനീരും നിരാശയും സർക്കാർ സംവിധാനങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിജീവനത്തിന് ശേഷം വരുന്ന ദുരിതങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ.